ആ ഞാൻ ഈ ഫുട്ബോളിൽ ഇതിൻ്റെ മൊത്തം സൗന്ദര്യത്തെ ആസ്വദിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു ടീമുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ ഭാഗത്ത് നിൽക്കാത്തത്. കാരണം ഫുട്ബോളിൻ്റെ മൊത്തം സൗന്ദര്യത്തെ ആസ്വദിക്കുക. ഫുട്ബോളിൻ്റെ ലോകമാമാങ്കാണ് നടക്കുന്നത്. അവിടെ മഹാപ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. അപ്പോൾ സത്യത്തിൽ നമുക്ക് ഒന്നിൻ്റെയും ഭാഗത്ത് നിൽക്കാൻ കഴിയില്ല. എല്ലാം ആസ്വദിക്കുക, എല്ലാം പിന്നെ കാണുക എന്നുള്ള അതിൻ്റെ ഒരു മൊത്തം ടോട്ടൽ സൗന്ദര്യം കാണുക എന്നുള്ളതാണ്. ഓരോന്നിനും ഒന്നിന് പിറകിലല്ല, എല്ലാം നല്ലത് തന്നെ എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷങ്ങളായി എനിക്ക് തോന്നിയത് ലോകത്തോട് ശരിക്കും കോപ്പ വെർദെ ഒരു രാജ്യം ഈ ഭൂലോകത്തുണ്ട് എന്ന് കാണിച്ചു തന്നത് ഒരു ഗോളിയുടെ പ്രകടനമാണ്. പക്ഷെ അങ്ങനെ ലോകത്തെ തന്നെ പിന്നെ അമ്പരപ്പിച്ച ഒരു പ്രകടനം നടത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ തൊട്ടടുത്തൊരു അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടമാണ് പിന്നെ ലോകം കണ്ടത്. കാരണം വിമാനത്തിന് കാശില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മ ഈ ഗാലറിയിൽ നിന്ന് കളി കാണാൻ കഴിയാതിരുന്നതാണ് എൻ്റെ ദുഃഖം എന്നുള്ളത്. പക്ഷെ ആ വിവരം അറിഞ്ഞ് സ്വന്തം പ്രൈവറ്റ് ജെറ്റ് വിട്ടുകൊടുത്ത് അമ്മയെ അവിടെ എത്തിക്കുകയും പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള ആ പിന്നെ കളികൾ അമ്മ ഗാലറിയിൽ നിന്ന് കാണുകയും ചെയ്യുന്നു. അപ്പം സത്യത്തിൽ അവിടെ പിന്നെ നമ്മൾ കാണുന്നത് ശരിക്ക് മനുഷ്യ സ്നേഹത്തിൻ്റെ ഉത്തമമായ ഒരു രംഗമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നതും ഈ മാമാങ്കത്തിലാണ്. അപ്പം അതിൻ്റെ ടോട്ടൽ സൗന്ദര്യത്തെ ആസ്വദിക്കുക. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ടീം ഉണ്ടാവട്ടെ, അതിനുവേണ്ടി ഘോരഘോരം വാദിക്കുകയും ചെയ്യുക. പക്ഷെ നമ്മളിതിൻ്റെ ടോട്ടൽ സൗന്ദര്യത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ജയിച്ചവരുടേത് മാത്രമല്ല തോറ്റവരുടേതും കൂടിയാണ് ഈ ലോകം എന്നുള്ള ഒരു തിരിച്ചറിവും കൂടി ഉണ്ടാവണം.